യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലത്തെയും വൈകുന്നേരത്തെയും കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, രാവിലെ ഏട്ടനും കുട്ടികളെല്ലാം കുളി കഴിഞ്ഞ് നമ്മുടെ വീട്ടിന് തൊട്ടടുത്തൊരു ദേവീക്ഷേത്രം ഉണ്ട് കേട്ടോ. അവർ അവിടേക്ക് പോവുകയാണ്. ഞാൻ പോയില്ല കേട്ടോ, കാരണം അവർ വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെക്കാം, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അവരിതാ അമ്പലത്തിൽ പോവുകയാണ്. ഞാൻ പിന്നെ കുറച്ച് ചക്ക നേരെയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കയെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിരുന്നു. പിന്നെ ഉണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചക്ക ഷേക്ക് ഉണ്ടാക്കണം അമ്മ, സൺഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വർക്കിന് പോകുന്നത് കൊണ്ട് നമ്മൾ ഞായറാഴ്ചയാണ് ഒരു ദിവസം ഒഴിവുള്ളത്. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും കൂടുതൽ സ്പെഷ്യലൊക്കെ ആയിട്ട് ഞായറാഴ്ചകളിലാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ പിന്നെ ചക്കയെല്ലാം നന്നായി ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോഴേക്കും ഏട്ടനും കുട്ടികളെല്ലാം കൂടി അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവരിതാ വന്നു. പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അവർക്ക് കൊടുത്ത ശേഷം ഞാനും അമ്മയും ഭക്ഷണം കഴിച്ചു. ഇന്ന് രാവിലേക്ക് കഴിക്കാൻ നമുക്ക് പത്തിരിയും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇതാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. കുട്ടികളും നേട്ടനും എല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞാനും ഭക്ഷണം കഴിച്ചു. അപ്പോൾ ബാക്കി ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ്. ഇനി ഉച്ചക്കലേക്ക് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണം. ഏട്ടൻ ഫണ്ടിന് മേടിക്കുന്നു. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതാ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പഞ്ചസാര, മുന്തിരി, അതുപോലെ തന്നെ നന്നായി തണുപ്പിച്ച് കട്ടയാക്കിയ പാലും പിന്നെ കുറച്ച് തണുത്ത വെള്ളമൊക്കെ കൂടി ഒഴിച്ചിട്ട് ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തു. പിന്നെ അത് ചെറുതിനെ വിളിച്ചിട്ട് കുടിക്കാൻ കൊടുത്തു കേട്ടോ. ചെറിയ മോൾക്ക് മുന്തിരി ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വലുത് പറഞ്ഞപ്പോഴേക്ക് ചക്ക ജ്യൂസ് ഇപ്പം തന്നെ ഉണ്ടാക്കി താ അമ്മ പറഞ്ഞു. അപ്പോൾ വലുതിന് വേണ്ടിയിട്ട് ഇതാ ഇപ്പം തന്നെ ചക്ക ഷേക്ക് ഉണ്ടാക്കുക, അപ്പോൾ എല്ലാവർക്കും കൂടി കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് തയ്യാറാക്കുകയാണ്. കുറച്ച് ചക്കയും അതുപോലെ തന്നെ 4 ഏലക്കായും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും നന്നായി തണുപ്പിച്ച് കട്ടയാക്കിയ പാലും ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ചക്ക ഷേക്കും തയ്യാറാക്കി കുട്ടികൾക്കെല്ലാം കുടിക്കാൻ കൊടുത്തു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ചെയ്യണം, ഉച്ച കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. ഇതാ കുട്ടികളൊക്കെ കൂടിയിട്ട് ഇപ്പോൾ കാർട്ടൂൺ കാണാമായിരുന്നു കേട്ടോ. അവർ പിന്നെ കാർട്ടൂൺ വെച്ചാൽ കുറേ നേരം അതന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇതെങ്ങനെ കാണുകയാണ്. ഏട്ടാ ഫണ്ടിന് പോയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഒരേ TV കാണലായിരുന്നു. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരു 4 മണി കഴിഞ്ഞപ്പോൾ കുറച്ച് തട്ടിയടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. മാറാല കുറച്ച് അവിടെയൊക്കെ ആയിട്ട് മാറാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തുടച്ച് ജനലിലെ പൊടികളൊക്കെ തുടച്ചെടുത്തു. പിന്നെ തറയെല്ലാം തൂത്തുവാരിയ ശേഷം തുടച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോയിട്ടോ. സന്ധ്യാസമയമായി, അപ്പോൾ വിളക്ക് വെക്കണം. അപ്പോൾ വേഗം കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകാനുണ്ടായിരുന്നു എന്ന്. അത് നമ്മുടെ വീട്ടിന് തൊട്ടടുത്തൊരു സ്ഥലമാണ് കേട്ടോ. കാരണം വൈകുന്നേര സമയങ്ങളിൽ എല്ലാവർക്കും പോയി ഇരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണത്. അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു വൈബാണ്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി കുറേ നേരം അതങ്ങനെ ഇരുന്നു. അച്ഛനും മക്കളും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്നു, ഒരു സെൽഫിയൊക്കെ എടുത്ത ശേഷം എന്താ അവർ ഫോണിൽ 3 പേരും കൂടിയിട്ട് എന്തൊക്കെയോ റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അവിടെ ഒരു 8 മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ടാവും. കാരണം അവിടെ അത്രത്തോളം നമുക്ക് ഇരിക്കുമ്പോൾ നല്ല 2 സൈഡും പാടായതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെയെല്ലാം ഇരുന്ന് 8 മണിക്ക് ശേഷം വീടെത്തിയ ശേഷം കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. കുട്ടികൾക്ക് ഭക്ഷണവും കൊടുത്ത് ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് പിന്നെ എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ കിടക്കാൻ പോയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ബായ്.